മുൻ കാമുകി മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച 6,000 കോടി രൂപ വീണ്ടെടുക്കാൻ കഷ്ടപ്പെട്ട യുവാവ് 8,000 ബിറ്റ് കോയിനുകളുടെ രൂപത്തിൽ ഒരു പഴയ ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് അബദ്ധത്തിൽ മാലിന്യ കൂമ്പാരത്തിൽ വലിച്ചെറിഞ്ഞത്. ജെയിംസ് ഹോവൽസിന്റെ ഈ സമ്പാദ്യത്തെക്കുറിച്ച് അറിവില്ലാതിരുന്ന അയാളുടെ മുൻ കാമുകി ഹാൽഫിന എഡ്ഡി ഇവാൻസ് ആണ് ഇത് മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചത്. ഹാർഡ് ഡ്രൈവിനുള്ളിൽ ഇത്രയും വിലപിടിപ്പുള്ള സംഗതിയായിരുന്നെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും മുറി വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ പഴയ ഹാർഡ് ഡിസ്ക് മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുമാണ് വെയിൽസിൽ നിന്നുള്ള ഹാൽഫിന എഡ്ഡി ഇവാൻസ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പ്രതികരിച്ചത്. വീട്ടിലെ പഴയ വസ്തുക്കൾ എടുത്തു കളഞ്ഞ് വീട് വൃത്തിയാക്കാൻ തന്റെ മുൻ കാമുകൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ അങ്ങനെ ചെയ്തതെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു. അക്കാലത്ത് ബിറ്റ് കോയിന്റെ മൂല്യം കുറച്ച് ഡോളർ മാത്രമായിരുന്നു. എന്നാൽ അതിന്റെ നിലവിലെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നഷ്ടപ്പെട്ട ബിറ്റ് കോയിനുകൾക്ക് ഇപ്പോൾ $700 മില്യൺ വിലയുണ്ട്. യുവതി ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ച മാലിന്യ കൂമ്പാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരയുന്നതിന് വേണ്ടിയുള്ള അനുവാദം പ്രാദേശിക ഭരണകൂടത്തിൽ നിന്നും നേടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹോവൽസ്. ജെയിംസ് ഹോവൽസ് ന്യൂപോർട്ട് സിറ്റി കൗൺസിലുമായി ഇതിനു വേണ്ടി വർഷങ്ങളായി നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് പോലൊരു ചെറിയ സാധനം ഇത്രയും വലിയ ലാൻഡ് ഫില്ലിൽ തിരയുന്നത് പ്രയാസമാണെന്നാണ് സിറ്റി അധികൃതർ തന്നെ പറയുന്നത്. ജെയിംസ് തന്റെ ബിറ്റ് കോയിൻ പണത്തിൽ നിന്ന് ഒരു പങ്ക് സിറ്റിക്ക് നൽകാമെന്ന് പോലും പറഞ്ഞിരുന്നു. ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും എഡ്ഡി പറയുന്നു. 1,10,000 ടൺ മാലിന്യം അടിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചിട്ടുള്ളത്. നിലവിൽ തനിക്ക് തിരയാനുള്ള അനുമതി തന്നാൽ പകരമായി പരിസ്ഥിതി ശുചീകരണ ശ്രമങ്ങൾ നടത്താമെന്നും ജെയിംസ് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിരുന്നാലും പരിസ്ഥിതി ആശങ്കകളും നിയമപരമായ നിയന്ത്രണങ്ങളും കാരണം കൗൺസിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനകൾ നിരസിച്ചു. ഇതോടെ നഷ്ടമായ തന്റെ സ്വത്തുക്കൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് $590 മില്യൺ ഹോവൽസ് ഇപ്പോൾ കൗൺസിലിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്.